ബാക്ക് ടു മൈ ചാനൽ. നമ്മളിത് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു കിടിലൻ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. പ്രത്യേകിച്ചും നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് കുതിർക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഞാനിവിടെ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു കുക്കറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെമ്പിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം വലിയ 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ്, നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം 4 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ഇനി നമ്മളിവിടെ മല്ലിയില, കറിവേപ്പില, അതുപോലെ തന്നെ 1/4 കപ്പ് തൈര് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം 2 കിലോ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ 1/2 കപ്പ് വെള്ളമാണ്, അഥവാ 1/2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കർ ആയതുകൊണ്ടാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഒരു വിസിലാവുന്ന സമയം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടേണ്ടതാണ്. ഇനി ഇവിടെ നമ്മൾ നല്ലതായിട്ട് തോരാനായിട്ട് അരി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചോറ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലയുടെ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 4 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പും കൂടി കൂട്ടി നമുക്ക് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ കുക്കറിലാണല്ലോ റെഡിയാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 4 കപ്പ് മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാറാവുമ്പോഴത്തേനുമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാല റെഡിയായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് മാക്സിമം നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് പറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒന്ന് തിള വരുന്നതിന് മുന്നേ ആയിട്ട് ഈ അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയും വേണം. അങ്ങനെ നമ്മുടെ ചോറ് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോറ് വേവിച്ച ഈ ഒരു കുക്കറിൽ തന്നെയാണ് നമ്മളെല്ലാം സെറ്റാക്കി വെക്കുന്നത് ഫൈനലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചോറും ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ കാഷ്യൂനട്ടും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടി കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു വിസിൽ മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അടിയിലായിട്ട് ഒരു പഴയ ദോശക്കല്ല് വെച്ച ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കാണ് ഇതെന്ന് പറയുന്നത്.
ഇതാ അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നത് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്